ഈ നമ്മുടെ നാട്ടിലെ ഈ ചെറുപ്പക്കാർക്ക് എല്ലാം ഈ കയ്യിലൊരു മൊബൈൽ വന്നതോടുകൂടി എന്ത് സംഭവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരുപാട് തിക്തഫലങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണം നല്ല വശത്തിനേക്കാളും അതിൻ്റെ ചീത്ത വശങ്ങളാണ് പലരും ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി അവിടുത്തെ വിദ്യാർത്ഥിനികളുടെ വ്യാജ ചിത്രങ്ങളും മോർഫിംഗ് നടത്തി അശ്ലീല ചിത്രങ്ങളാക്കി വ്യാപകമായി വിതരണം ചെയ്തു പിടിയിലായിട്ടുണ്ട്. വയനാട് കാക്കവയൽ സ്വദേശി ഏബൽ 3ാം വർഷം MBBS. ഏബൽ എന്ന് പറയുന്ന ഒരു വിശുദ്ധമായ പേരാണെന്നാണ്. ആബേൽ. അപ്പോൾ ഇയാൾ 3ാം വർഷം MBBS വിദ്യാർത്ഥി. ഇതിനകത്ത് അതിനേക്കാൾ നമ്മളെ ഞെട്ടിക്കുന്നത് ഇവിടുത്തെ പോലീസിൻ്റെ സമീപനം. നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് പോലീസിൻ്റെ സമീപനത്തെക്കുറിച്ചാണ്. നമുക്കിപ്പോൾ അറിയാം, ഇന്ന് ആരോ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു. ആദ്യം നിങ്ങൾ പിണറായി പോലീസിനെ മാറ്റി ചെന്നിത്തലയുടെ പോലീസിനെ വെക്കും, എങ്കിൽ മാത്രമേ ഇവിടെ പോലീസ് സ്റ്റേഷനുകളുടെ നീതി ഉറപ്പാവൂ. ചെന്നിത്തലയുടെ കൂടെ ഉള്ളത് പോലീസാണോ എക്സൈസ് ആണോ ഇപ്പോഴും അദ്ദേഹത്തിന് തൂഫാനാണ്. അതെ. അപ്പോൾ എന്താണ് സംഭവം? പോലീസാണ് ആ കഴിഞ്ഞ സർക്കാരിനെ വലിച്ചു താഴെയിട്ട പോലീസാണ്. പി ശശിയുടെ പോലീസ് കളി, ആഭ്യന്തരമന്ത്രി ആയിരുന്നുകൊണ്ട് പി ശശിയും നടത്തിയ കളിയാണ് കഴിഞ്ഞ പിണറായി സർക്കാരിനെ വലിച്ച് താഴെയിടാൻ 50% കാരണം. ബാക്കി പിണറായിയുടെ കയ്യിൽ. അപ്പോൾ ഈ പറയുന്ന ഇന്നലെ നടന്ന ഈ സംഭവം, ഈ ഏബൽ എന്ന് പറയുന്ന ഹാഫ് ഡോക്ടറാണ്. അവനിപ്പോൾ പകുതി ഡോക്ടറായിട്ടില്ല, 3 വർഷമായി. അവന് പകുതി ഡോക്ടറായവൻ ഈ ചെറുപ്പക്കാരൻ 17 വിദ്യാർത്ഥിനികളുടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അവരുടെ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രം ഉണ്ടാക്കി പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ സീനിയർ വിദ്യാർത്ഥിനികളുടെ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ ഈ സർക്കാർ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടിയ ആളാണെങ്കിൽ അവൻ എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതായിരിക്കും. അത്യാവശ്യം വിദ്യാഭ്യാസം മിടുക്കൻ തന്നെ ആയിരിക്കാം. എത്രയോ പേര് ഇവിടെ MBBS അഡ്മിഷൻ കിട്ടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ലക്ഷങ്ങൾ കോഴ കൊടുത്തൊക്കെ MBBS അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന ഒരു കാലഘട്ടത്തിൽ മര്യാദയ്ക്ക് എൻട്രൻസ് കിട്ടി അഡ്മിഷൻ കിട്ടി 3 വർഷമായ ഒരു വിദ്യാർത്ഥി 6 മാസം മുമ്പാണ്ട് പെൺകുട്ടികൾ ഇയാളുടെ പേര് പരാതി ഇതുവരെ കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ അന്നും എടുത്തിട്ടില്ല. ഇല്ല, അന്നും കേസ് എടുത്തിട്ടില്ല, ഇപ്പോഴും എടുത്തില്ല. അത് അതുപോലെ പിടിപാടുള്ള ഒരുത്തനായിരിക്കും. കാരണം ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മോനെ പോയിക്കോ. അതായത് എന്തൊക്കെയാണ് ഇവൻ ചെയ്തിരിക്കുന്നത്? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം. 2 IT ആക്ട് ഇടേണ്ടതാണ്. IT ആക്ട് ഇട്ടിട്ട് അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. അതിന് അപകീർത്തി കേസല്ലല്ലോ. ഒരു യുവതിയുടെ അശ്ലീല ചിത്രം, അതും മോർഫ് ചെയ്തുണ്ടാക്കി, വ്യാജരേഖ നിർമ്മാണമാണ്. അതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരുത്തനെ കൂളായിട്ട് സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. അതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി വലിയ പ്രശ്നമായിരുന്നു. ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ വിദ്യാർത്ഥികളും കൂടെ വന്ന് ഉപരോധിച്ച് വലിയ വിഷയമായി ബഹളമായി. പോലീസ് പക്ഷെ കുലുങ്ങത്തില്ല. ഇല്ല, ഉണ്ടാവും. എന്താണ് ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്നത്? രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി, ഇദ്ദേഹം തൂഫാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ തെക്കുവടക്ക് നടക്കുകയാണ്. ഈ തൂഫാനും തുടച്ച് നടക്കുന്ന കൂട്ടത്തിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, മറ്റു മേഖലകളിൽ ക്രമസമാധാനം പൊളിയുകയാണ്. തൂഫാൻ ഉണ്ടാക്കണമെങ്കിൽ അതിന് ഈ നാട്ടിലുള്ള സകലമാന പോലീസുകാർ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. നാർക്കോട്ടിക് സെൽ എന്ന് പറഞ്ഞൊരു സെല്ല് പോലീസിലുണ്ട്. എക്സൈസ് ഇതിനായിട്ട് അല്ല, ഇതിനായിട്ട് മാത്രം എക്സൈസ് ഉണ്ട്. പിന്നെ പോലീസ് കണ്ടെത്തുന്ന ഈ ഡാൻസ് ആഫ് ടീം പിടിക്കുന്ന സംഭവം, അത് പിടിച്ചാലും ഇവർ എക്സൈസിന് വേണം കൈമാറാൻ, അല്ലാതെ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ ഡാൻസ് ഓഫ് ടീമിനെ വിട്ട് നിങ്ങൾ തൂഫാൻ എടുക്കുക, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇമാതിരി നാണം കെട്ട പരിപാടി കാണിക്കുന്നവനെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. അല്ല, ഇവൻ ഇനി വീണ്ടും വരത്തുമല്ലോ, ഉറപ്പാണ്. ഇനി അവിടെ നിൽക്കുന്ന പോലീസുകാരെ വരെ വേണേൽ ഇവൻ ഉണ്ടാക്കി വിടും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് പേടിച്ചിട്ടായിരിക്കും. നിന്നെ ഞാൻ കണ്ടോളാം, നിന്റെ 4 അശ്ലീല ചിത്രം വനിതാ പോലീസൊക്കെ നിൽക്കുന്നതല്ലേ, അതെടുത്തോണ്ട് പോയതാണ്. ഇവൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും അവനൊരു VIP പരിഗണന കിട്ടി. അവനൊരു യൂത്ത് ഐക്കൺ പുരസ്കാരം കേരള പോലീസ് കൊടുക്കാനുള്ള സാധ്യത തലക്കാൻ പറ്റില്ല. തൂഫാന്റെ ഒരു ബ്രാൻഡ് അംബാസഡറാക്കി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് CPM ആണ്. പല പ്രശ്നങ്ങൾ ആയിട്ടുണ്ട്, പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം അടൂരിൽ ഒരാളെ പിടിച്ചോണ്ട് പോയി, CPMന്റെ നേതാവ് പറഞ്ഞപ്പോൾ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ DYFIയുടെ ജില്ലാ പ്രസിഡന്റിന് അവിടെ കയറി അയാളുടെ വീഡിയോ എടുക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തു. ഓർത്തോണം, പോലീസ് സ്റ്റേഷനകത്ത് പത്രപ്രവർത്തകരെ പോലും കയറ്റത്തില്ല. അവിടെ വന്നിട്ട് DYFIയുടെ ജില്ലാ പ്രസിഡന്റ് വീഡിയോ എടുത്തിരിക്കുന്നു. വീഡിയോ എടുത്തിട്ട് അയാൾ അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു. നമ്മൾ ആരെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, ഞങ്ങൾക്ക് DGPയുടെ ഓർഡർ ഉണ്ട്, നിങ്ങളെ എടുപ്പിക്കത്തില്ല. പക്ഷേ DYFIയുടെ നേതാവ് വന്നാൽ ഞങ്ങൾ എടുക്കും. അതാണ്. അപ്പോൾ എന്താണ്, ഇപ്പോഴും പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് CPMകാരാണ്. അതുപോലെ തന്നെ അടൂരിൽ നിന്ന് തന്നെ സെയിം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പാവപ്പെട്ട ഒരു വയോധികൻ, അയാളുടെ വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനും ഭാര്യയ്ക്കുമായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ 11 ലക്ഷം രൂപ പറഞ്ഞു കൊടുക്കുന്നു. 4 ലക്ഷം രൂപ കൊടുത്തിട്ട് ബാക്കി ഈ ഭാര്യ എന്ത് ചെയ്യുന്നു, ഒരു ചെക്ക് കൊടുക്കുന്നു. ഇയാൾ ബന്ധുവിൻ്റെ ഭാര്യ ചെക്ക് കൊടുക്കുന്നു 7 ലക്ഷം രൂപ. ഈ ചെക്കുമായിട്ട് വാങ്ങി തരുമ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ടേ വാങ്ങി. ഇപ്പോൾ ആ പൈസയില്ല. അദ്ദേഹം കൊണ്ട് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു.
ഉടൻ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങ് ഇടപെട്ടു. ഓർത്തോണം, ഭരണം ആരാണ്? കോൺഗ്രസ്. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങ് ഇടപെട്ടു. ഒരു കാരണവശാലും പോലീസ് കേസെടുത്തു. പോലീസ് ഇവരോട് പറയുന്നത് ഇത് സിവിൽ കേസാണ്, നിങ്ങൾ ഓർത്തോണം, ഫോർജറിയാണ്. ഒരു ബാങ്കിന്റെ വ്യാജ ചെക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ബാങ്കിന്റെ വ്യാജ ചെക്ക് ഉണ്ടാക്കി ഒരാളെ തട്ടിച്ചിരിക്കുകയാണ്. അത് സിവിൽ കേസാണെന്ന് പറഞ്ഞ വിവരദോഷികളാണ് ഈ പോലീസ്. വിവരദോഷികളായിട്ടല്ല, അവിടെ ആരാണ്? CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങ് അപ്പോൾ അവര് മുട്ട് പറിച്ചു. ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ് ഒക്കെ അവിടെ ഭരിക്കത്തേ ഉള്ളൂ. ഇവരോടാണ് ഞങ്ങൾക്ക് കൂറ്. അതാണ് ഇപ്പൊ ഡോക്ടർ റാമിന്റെ വിഷയം. ഒന്ന് ആലോചിച്ച് നോക്കി. സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതിന് പോലീസുകാർ ജാമ്യം കൊടുത്തു. പോലീസ് ക്രൈംബ്രാഞ്ച് ജാമ്യം കൊടുത്തു വിട്ടു. അതിനുള്ള കളികൾ, എന്ത് മനോഹരമായ കളികളാണ്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹം അതിശക്തമായ ഭാഷയാണ് അത് വിമർശിച്ചത്. അത് ഉദ്യോഗസ്ഥനെ DYSP-യോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടല്ലോ. DYSP-യും SP ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് DYSP-യുടെ വിശദീകരണം വന്നിട്ടുണ്ട് ആ കേസിനകത്ത്. ഞങ്ങൾ അദ്ദേഹത്തെ വാക്കാൽ ധരിപ്പിച്ചു അറസ്റ്റിന്റെ കാര്യം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് രേഖാമൂലം പറഞ്ഞു കൊടുത്തു. പിന്നെ എന്താണ് ഇതിനകത്ത് വീഴ്ച സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അതെങ്ങനെയാണ് എന്താണെന്നുള്ളത് ഇനി ഹൈക്കോടതിയുടെ മുമ്പിൽ ജഡ്ജിയുടെ അടുത്ത് ചെല്ലുന്നുണ്ടെ പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് കോടതിയിൽ പറയണം. ഇത്രയും വളരെ പ്രമാദമായ ഒരു കേസാണ്. ആ ഒരു കേസിൽ സത്യം പറഞ്ഞാൽ ആലോചിക്കണം, നമ്മൾ ദളിത് സംഘടനകളൊന്നും ഇക്കാര്യത്തിൽ പരസ്യ പ്രതിഷേധം ആരും രംഗത്തെത്തിയിട്ടുമില്ല. അല്ല, എന്തിനാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താൽ പോലും അതിനൊരു റീച്ച് കിട്ടുന്നില്ല. നമ്മളെ അമ്പരപ്പിച്ച ഒരു കാര്യമാണ്. അതായത് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത പ്രത്യേകിച്ച് ഒരു ദളിത് വിദ്യാർത്ഥി, അവർക്ക് വേണ്ടി ദളിത് സംഘടനകളൊക്കെ നിലവിൽ നിൽക്കുന്നു. നമ്മൾ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിന് നമുക്കറിയാം, ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ റീച്ച് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ നമുക്കിവിടെ അറിയാം ഇതിനകത്ത് പ്രേക്ഷകർ എത്രത്തോളം ഇത് കാണുന്നു, ഇൻവോൾവ് ആകുന്നു, ഇതനുസരിച്ച്. പക്ഷേ ഈ റാം എന്ന് പറയുന്ന ഇയാളുടെ വിഷയം, ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യ സംബന്ധിച്ച് റാമിനെ രക്ഷപ്പെടുന്ന വിഷയം പറഞ്ഞിട്ട് ആർക്കും ഒരു ഇൻട്രസ്റ്റും ഇല്ല, ആർക്കും താല്പര്യമില്ല. അതാണ് ഒരു അനുകൂലിച്ചൊരു കമന്റ് പോലും നമ്മുടെ നാട്ടിലെ ദളിത് ആക്ടിവിസ്റ്റുകളാരും അത് നീട്ടിട്ടില്ല. ഇല്ല, അല്ല, അതിനകത്ത് ആരും വരുന്നില്ല. അവരൊക്കെ ഫേസ്ബുക്കിൽ എഴുതി പ്രതിഷേധിക്കത്തേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും. ഞാൻ പ്രതിഷേധിച്ചോളാം, നിങ്ങൾ പ്രതിഷേധിക്കണമെന്നുള്ളതാണ്. അതായത് ശക്തമായ, കോടതി ഇന്നലെ പറഞ്ഞ പോലെ ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ട് ആർക്കാ? ഇയാൾക്ക്, ഈ റാമിനും അയാളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അയാളിപ്പോൾ കൂളായിട്ട് വെളിയിൽ ഇറങ്ങി നടക്കുന്നതും. ഈ കേസിനകത്ത് ഇനി ഇപ്പോൾ പോലീസ് എന്ത് ചെയ്യാനെ കൊണ്ടാണ്? ഇനി അയാളെ നോട്ടീസ് നൽകി വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് കൊട്ടിയെല്ലുമ്പോൾ കോടതി പറയും കഴിഞ്ഞ ദിവസം ഇയാളെ ഇത് വെച്ചതല്ലേ, അയാൾക്ക് ജാമ്യം അനുവദിച്ചു, കോടതി വിടും. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ പഠിക്കും, ഇനി ഇതൊക്കെ തന്നെ കാണിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും നമുക്കറിയാം പോലീസിൽ ഒരു പുനർവിന്യാസം നടന്നിട്ടില്ല. ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റം എത്ര നാളായി? സാധാരണ 3 മാസത്തേക്കാണ് ഇലക്ഷൻ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത്. 3 മാസത്തിനുള്ളിൽ തിരിച്ചു വിളിക്കുക എന്നുള്ള ഒറ്റ ഇതിലാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം അതാത് ജില്ലകൾ വിട്ട് മറ്റ് ജില്ലകൾ. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ അതാണ് ഒരു മന്ത്രി ഓഫീസ് നിയന്ത്രിക്കാൻ അവിടുത്തെ മുഖ്യ ചുമതലക്കാരൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും. എപ്പോഴും പ്രൈവറ്റ് സെക്രട്ടറി ഇല്ല, ഇവർ പുതുമുഖങ്ങളുമാണ്. ലിജുവിനും ബിന്ദുകൃഷ്ണയ്ക്കും അവർ തുടക്കക്കാരാണ്, അവർ പുതുമുഖങ്ങളാണ്. അവർ ആദ്യമായിട്ട് MLA മന്ത്രിയാരായവരാണ്. അവർക്ക് സാധാരണഗതിയിൽ പുതുതായിട്ട് ഒരാൾ മന്ത്രിയായിട്ട് വരുമ്പോൾ ഏറ്റവും മിടുക്കനായ പ്രൈവറ്റ് സെക്രട്ടറി പാർട്ടി പ്രൊവൈഡ് ചെയ്യുക. കാരണം അവർക്ക് ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന നേരത്തെ റിട്ടയർ ഉന്നതരായ ആൾ, ആ വകുപ്പിൽ തന്നെ ഉള്ള പ്രമുഖരെയൊക്കെ തന്നെ പാർട്ടി അനുഭാവികൾ അവർ കൂടെ വയ്ക്കും പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട്, കുഴപ്പമുണ്ടാവാതിരിക്കാൻ. ഇത് ഒരു നേതാവ് ഒരു സജസ്റ്റ് മറ്റേ നേതാവ് തള്ളിക്കളയുന്നു. ഇതിൽ ഏറ്റവും ബോറായിട്ടുള്ള വകുപ്പ് ആഭ്യന്തര വകുപ്പായിരിക്കുകയാണ്. ഏറ്റവും മികച്ച വകുപ്പ് ഈ കഴിഞ്ഞ 2 മാസത്തെ പ്രവർത്തനം എടുത്ത ആരോഗ്യ വകുപ്പാണ് ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നത്. വനം വകുപ്പും ആഭ്യന്തര വകുപ്പും പിന്നെ ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ ഏതാന്ന് പോലും നമുക്ക്. കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള വളരെ പ്രഗത്ഭനായ സീനിയർ ആയിട്ടുള്ള അദ്ദേഹം വളരെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹമൊക്കെ വല്ലപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ സതീശനെ ന്യായീകരിക്കാൻ മാത്രമേ വരുന്നുള്ളൂ. ചാനലുകൾക്ക് മുമ്പിൽ നിറഞ്ഞു നിൽക്കുവായിരുന്ന ഒരു മന്ത്രിയായിരുന്നു നേരത്തെ മന്ത്രിസഭയിൽ അംഗം. അതുപോലെ ഷാജിയുടെ അനക്കമില്ല, ഈ പറയുന്ന ഷംസുദ്ദീൻ്റെ അനക്കമില്ല, പിന്നെ ആ പഴയ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനുണ്ട് അയാളൊക്കെ, അബ്ദുൾ ഗഫൂർ, അയാളൊക്കെ എവിടെ പോയിന്ന് നമുക്ക് ഒരു പിടിത്തവുമില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഈ സർക്കാരിൽ ഏറ്റവും ഫ്ലോപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. രമേശ് ചെന്നിത്തല ഇത് എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് ഒരു പിടിയും. അദ്ദേഹം ഈ അടിയന്തരമായി തിരുവനന്തപുരത്ത് അദ്ദേഹം ഈ DGPയോട് വിശദീകരണം ആവശ്യപ്പെടുന്നത് എന്താണ് സംഭവിച്ചത്, അത്രയും വലിയ ഗുരുതരമായ വൃത്തികേട് കാണിച്ച ഇവനെ എന്തുകൊണ്ട് വിട്ടയച്ചു എന്നുള്ളത് അന്വേഷിക്കാൻ. അത് MBBS വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അയാൾ പ്രായപൂർത്തിയായ ഒരാളാണ്. അയാൾ ചെയ്തത് ക്രിമിനൽ ആക്ടിവിസമാണ്. അതിന് ഒരു കാരണവശാലും വളം വെച്ചു കൊടുക്കുക. അത്രയും പെൺകുട്ടികൾ വന്ന് ഈ പാതിരാത്രിക്ക് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നിന്ന് കരഞ്ഞു വിളിച്ചിട്ട് പോലും ഒരു നടപടി ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ വളരെ ലജ്ജാകരമാണ്. ഈ നാട്ടിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം വിചാരിക്കുക. 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഇനി അവൻ്റെ അടുത്ത് ചെല്ലേണ്ടു എന്നുള്ള ഒരു പുച്ഛമായിരിക്കും അവർക്കെല്ലാം ഉള്ളത്. എങ്കിലും
ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞ് ഒന്നുകൂടെ വരേണ്ടി വരും. ഇത് കേന്ദ്രം എന്താണ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ നടത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് പിണറായി സംഘത്തിനെ നാട്ടുകാർ ചെവി തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞത്. അതെ.